ഫിസിക്സിൻ്റെ ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് അതിലുള്ള ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും എന്തു പറയുന്നു? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും എന്തു പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും എന്തു പറയുന്നു? ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും എന്തു പറയുന്നു? ദ്രവ്യം. ദ്രവ്യത്തിന് പിണ്ഡവും വ്യാപ്തവും ഉണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളിൽ ദ്രവ്യം കാണപ്പെടുന്നു. ദ്രവ്യത്തിന് പിണ്ഡവും വ്യാപ്തവും ഉണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളിൽ ദ്രവ്യം കാണപ്പെടുന്നു. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ ഏതെല്ലാം? ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ ഏതെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവൺ പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവൺ പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവൺ പ്ലാസ്മ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഗ്ലൂവോൺ പ്ലാസ്മ എന്നിവ അതിശൈത്യത്തിലും അത്യുഷ്ണത്തിലും ലബോറട്ടറിയിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രത്യേക അവസ്ഥകളാണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഗ്ലൂവോൺ പ്ലാസ്മ എന്നിവ അതിശൈത്യത്തിലും അത്യുഷ്ണത്തിലും ലബോറട്ടറികളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രത്യേക അവസ്ഥകളാണെന്ന് ഓർമ്മിക്കുക. അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ പുതിയ അവസ്ഥകൾ ഏതെല്ലാം? അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ പുതിയ അവസ്ഥകൾ ഏതെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറോൺസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറോൺസ്. റിഡ്ബർഗ് പോളറോൺസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറോൺസ്. അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ പുതിയ അവസ്ഥകൾ: ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറോൺസ്. ടൈം ക്രിസ്റ്റൽ സമയത്തിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരിക്കലും ഊർജ്ജം നഷ്ടപ്പെടാത്ത ക്രിസ്റ്റൽ. ടൈം ക്രിസ്റ്റൽ 2016. സമയത്തിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരിക്കലും ഊർജ്ജം നഷ്ടപ്പെടാത്ത ക്രിസ്റ്റൽ. എക്സൈറ്റോണിയം 2017. ഇലക്ട്രോണും ഹോളും ചേർന്നുണ്ടാകുന്ന അപൂർവ അവസ്ഥ. എക്സൈറ്റോണിയം 2017. ഇലക്ട്രോണും ഹോളും ചേർന്നുണ്ടാകുന്ന അപൂർവ അവസ്ഥ. റിഡ്ബർഗ് പോളറോൺസ് 2018. ഒരു വലിയ ആറ്റത്തിനുള്ളിൽ മറ്റ് നിരവധി ചെറിയ ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന അവസ്ഥ. റിഡ്ബർഗ് പോളറോൺസ് 2018. ഒരു വലിയ ആറ്റത്തിനുള്ളിൽ മറ്റ് നിരവധി ചെറിയ ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന അവസ്ഥ. ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത്? ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത്? ശരിയായ ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 1924 സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്ന് ഇത് പ്രവചിച്ചു. കേവല പൂജ്യത്തിന് -273.15 ഡിഗ്രി സെൽഷ്യസ് തൊട്ടടുത്തുള്ള താപനിലയിൽ ആറ്റങ്ങളെ തണുപ്പിക്കുമ്പോൾ അവയെല്ലാം ഒന്നായി ചേർന്ന് ഒരു സൂപ്പർ ആറ്റം പോലെ പെരുമാറുന്ന അവസ്ഥയാണിത്. ഇത് 1995 ആണ് ആദ്യമായി ലബോറട്ടറിയിൽ ഉണ്ടാക്കിയത്. ഇത് 1995 ആദ്യമായി ലബോറട്ടറിയിൽ ഉണ്ടാക്കിയത്. പദാർത്ഥത്തിലെ ഊർജ്ജവാഹകർ, ബാലവാഹകർ എന്നറിയപ്പെടുന്ന കണങ്ങൾ ഏത്? പദാർത്ഥത്തിലെ ഊർജ്ജവാഹകർ, ബാലവാഹകർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കണങ്ങൾ ഏത്? ഉത്തരം ബോസോൺ. പദാർത്ഥത്തിലെ ഊർജ്ജവാഹകർ, ബാലവാഹകർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കണങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, ബോസോൺ. ഉത്തരം ഓപ്ഷൻ എ, ബോസോൺ. പദാർത്ഥത്തിലെ ഊർജ്ജവാഹകർ, ബാലവാഹകർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കണങ്ങൾ ബോസോൺ. ഫെർമിയോണുകളാണ് ദ്രവ്യത്തെ നിർമ്മിക്കുന്നത്. ബോസോണുകളാണ് അവ തമ്മിലുള്ള ബലം വഹിക്കുന്നത്. ഫെർമിയോണുകളാണ് ദ്രവ്യത്തെ നിർമ്മിക്കുന്നത്. ബോസോണുകളാണ് അവ തമ്മിലുള്ള ബലം വഹിക്കുന്നത്. ഉദാഹരണം: പ്രകാശം വഹിക്കുന്ന ഫോട്ടോൺ ഒരു ബോസോൺ ആണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസിൻ്റെ പേരിൽ നിന്നാണ് ബോസോൺ എന്ന പദം വന്നത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസിൻ്റെ പേരിൽ നിന്നാണ് ബോസോൺ എന്ന പദം വന്നത്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പോൾ ഡിറാക്. ബോസോൺ എന്ന പദം
ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പോൾ ഡിറാക്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഓപ്ഷൻ സി പോൾ ഡിറാക്. വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫോട്ടോൺ. വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ഫോട്ടോൺ. വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഫോട്ടോൺ. ഫോട്ടോണിന് പിണ്ഡം 0ആണ്. അതുകൊണ്ടാണ് പ്രകാശത്തിന് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫോട്ടോൺ. വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഫോട്ടോൺ. ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി W ആൻഡ് Z ബോസോണുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി W ആൻഡ് Z ബോസോണുകൾ. ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ W ആൻഡ് Z ബോസോണുകൾ. ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണെന്ന് ചോദിച്ചാൽ W ആൻഡ് Z ബോസോണുകൾ. സൂര്യനിൽ ഊർജ്ജം ഉണ്ടാക്കുന്നതിനും റേഡിയോ ആക്റ്റീവ് ബീറ്റ ശോഷണത്തിനും കാരണമാകുന്ന ദുർബല ബലം വഹിക്കുന്നത് W+W- Z0 എന്നീ 3 ബോസോണുകളാണ്. ശക്ത ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ശക്ത ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗ്ലൂവോൺ. ശക്ത ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ? ഉത്തരം ഓപ്ഷൻ ബി ഗ്ലൂവോൺ. ശക്ത ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി ഗ്ലൂവോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പിടിച്ചു നിർത്തുന്ന പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ശക്ത ന്യൂക്ലിയർ ബലം. ക്വാർക്കുകളെ പശ പോലെ ഒട്ടിച്ചു നിർത്തുന്നതിനാലാണ് ഇതിന് ഗ്ലൂവോൺ എന്ന പേര് വന്നത്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത് ഏത്? ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത് പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. വാതകത്തെ അത്യധികം ചൂടാക്കുമ്പോൾ ഇലക്ട്രോണുകൾ വേർപെട്ട് അയോണുകളായി മാറുന്ന അവസ്ഥയാണ് പ്ലാസ്മ. വാതകത്തെ അത്യധികം ചൂടാക്കുമ്പോൾ ഇലക്ട്രോണുകൾ വേർപെട്ട് അയോണുകളായി മാറുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിലെ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിലെ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നൽ എന്നിവയെല്ലാം പ്ലാസ്മക്ക് ഉദാഹരണമാണ്. സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നൽ എന്നിവയെല്ലാം പ്ലാസ്മക്ക് ഉദാഹരണമാണ്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏത്? ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ. 1,00,000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോൾ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ സ്വതന്ത്രമാകും. ഇങ്ങനെ പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് ഇലക്ട്രോണുകളും അടങ്ങിയ സൂപ്പ് പോലുള്ള അവസ്ഥയാണ് പ്ലാസ്മ. ഇത് വൈദ്യുതിയെ നല്ല രീതിയിൽ കടത്തിവിടും. വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ കേവല പൂജ്യത്തിനടുത്ത് 0K അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ കേവല പൂജ്യത്തിനടുത്ത് 0K അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? ശരിയായ ഉത്തരം ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ കേവല പൂജ്യത്തിനടുത്ത് തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഉത്തരം ഓപ്ഷൻ സി ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏത്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്വാർക്ക്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്വാർക്ക്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണമാണ് ക്വാർക്ക്. ക്വാർക്കുകളാണ് ദ്രവ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഇഷ്ടികകൾ. ക്വാർക്കുകളാണ് ദ്രവ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഇഷ്ടികകൾ.
പ്രോട്ടോണും ന്യൂട്രോണും നിർമ്മിച്ചിരിക്കുന്നത് 3 ക്വാർക്കുകൾ ചേർന്നാണ്. 6 തരം ക്വാർക്കുണ്ട്: അപ്പ്, ഡൗൺ, ചാം, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം. 6 തരം ക്വാർക്കുകളുണ്ട്: അപ്പ്, ഡൗൺ, ചാർം, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ മുറേ ജെൽമാനും ജോർജ് സിഗും. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരാണ്? മുറേ ജെൽമാനും ജോർജ് സിഗും. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മുറേ ജെൽമാനും ജോർജ് സിഗും. 1964 ഇരുവരും സ്വതന്ത്രമായി ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ചു. 1964 ഇരുവരും സ്വതന്ത്രമായി ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ചു. ക്വാർക്ക് എന്ന വാക്ക് ജെയിംസ് ജോയ്സിൻ്റെ ഫിന്നിഗൻസ് വേക്ക് എന്ന നോവലിൽ നിന്നാണ് ജെൽമാൻ എടുത്തത്. ഈ കണ്ടുപിടുത്തത്തിന് 1969 ജെൽമാന് നോബൽ സമ്മാനം ലഭിച്ചു. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ശരിയായ മുറേ ജെൽമാൻ. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാൻ. ജെയിംസ് ജോയ്സിൻ്റെ ഫിന്നിഗൻസ് വേക്ക് എന്ന പുസ്തകത്തിലെ 3 ക്വാർക്സ് ഫോർ മാസ്റ്റർ മാർക്ക് എന്ന വാചകത്തിൽ നിന്നാണ് ഈ പേരെടുത്തത്. 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിൽ? 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബാരിയോണുകൾ. 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഉത്തരം ഓപ്ഷൻ ബി, ബാരിയോണുകൾ. 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ബാരിയോണുകൾ. ഗ്രീക്കിൽ ഭാരമുള്ള എന്നർത്ഥമുള്ള ബാരിസ് എന്ന വാക്കിൽ നിന്നാണ് ബാരിയോണുകൾ എന്ന പദം വന്നത്. ഗ്രീക്കിൽ ഭാരമുള്ള എന്നർത്ഥമുള്ള ബാരിസ് എന്ന പദത്തിൽ നിന്നാണ് ബാരിയോണുകൾ എന്ന പേര് വന്നത്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏത്? മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിലാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ്റെ കാമ്പിൽ 1.5 കോടി സെൽഷ്യസ് താപനിലയാണ്. ഇത്രയും ചൂടിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ പ്ലാസ്മ ആയി മാറി ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഹീലിയം ആക്കുകയും പ്രകാശവും ചൂടും പുറത്തുവിടുകയും ചെയ്യുന്നു. തന്മാത്രകൾ കണങ്ങൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏത്? തന്മാത്രകൾ കണങ്ങൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്ലാസ്മ. തന്മാത്രകൾ കണങ്ങൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ കണങ്ങൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ക്രമം നോക്കിയാൽ ഖരം ഏറ്റവും ക്രമമായ അവസ്ഥ, ദ്രാവകം ഇടത്തരം ക്രമം, വാതകം ക്രമരഹിതം, പ്ലാസ്മ ഏറ്റവും ക്രമരഹിതം. കാരണം ഇതിൽ ഇലക്ട്രോണുകൾ ആറ്റത്തിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്രമായി അതിവേഗം സഞ്ചരിക്കുന്നു. ഖരം ഏറ്റവും ക്രമമായ അവസ്ഥ, ദ്രാവകം ഇടത്തരം ക്രമം, വാതകം ക്രമരഹിതം, പ്ലാസ്മ ഏറ്റവും ക്രമരഹിതം. കാരണം ഇതിൽ ഇലക്ട്രോണുകൾ ആറ്റത്തിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്രമായി അതിവേഗം സഞ്ചരിക്കുന്നു. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ അറിയപ്പെടുന്നത്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹാഡ്രോണുകൾ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ അറിയപ്പെടുന്നത് ഹാഡ്രോണുകൾ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഹാഡ്രോണുകൾ. ഗ്രീക്കിൽ ശക്തമായ എന്നർത്ഥമുള്ള ഹാഡ്രോസ് എന്ന വാക്കിൽ നിന്നാണ് പേര്. ഹാഡ്രോണുകൾ 2 തരമാണ്. ബാരിയോണുകൾ 3 ക്വാർക്കുകൾ, ഉദാഹരണം പ്രോട്ടോൺ, ന്യൂട്രോൺ. മെസോണുകൾ 2 ക്വാർക്കുകൾ, 1 ക്വാർക്കും 1 ആൻറ്റി ക്വാർക്കും. ലെപ്റ്റോണുകൾ ഇലക്ട്രോൺ പോലെയുള്ളവ, ക്വാർക്കുകൾ കൊണ്ടുണ്ടായതല്ല. ബാരിയോണുകൾ 3 ക്വാർക്കുകൾ, ഉദാഹരണം പ്രോട്ടോൺ, ന്യൂട്രോൺ. മെസോണുകൾ 2 ക്വാർക്കുകൾ, 1 ക്വാർക്കും 1 ആൻറ്റി ക്വാർക്കും. ലെപ്റ്റോണുകൾ ഇലക്ട്രോൺ പോലെയുള്ളവ, ക്വാർക്കുകൾ കൊണ്ട് ഉണ്ടായതല്ല. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഏത്? ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രോട്ടോൺ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഓപ്ഷൻ ബി, പ്രോട്ടോൺ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ പ്രോട്ടോൺ. പ്രോട്ടോണിന് സ്വതന്ത്രമായി നിലനിൽക്കുമ്പോഴും നാശം സംഭവിക്കുന്നില്ല. ഇതിൻ്റെ ആയുസ് കുറഞ്ഞത് 10⁻34 വർഷമാണെന്നാണ് കണക്കാക്കുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രായത്തേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതൽ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ പ്രോട്ടോൺ. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഏത്? ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഏത്? ശരിയായ ഉത്തരം ഗ്ലൂവോൺ.
ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഗ്ലൂവോൺ. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഗ്ലൂവോൺ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ഡം അല്ലെങ്കിൽ മാസ്. പിണ്ഡം ഒരിക്കലും മാറില്ല, എവിടെയായാലും ഒരുപോലെ ഇരിക്കും. എന്നാൽ ഭാരം ഗുരുത്വാകർഷണത്തിനനുസരിച്ച് മാറും. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏത്? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഓപ്ഷൻ സി, ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി, ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ദൈവകണം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്നും വിളിക്കപ്പെടുന്നു. 1964 പീറ്റർ ഹിഗ്സ് ഈ കണത്തെക്കുറിച്ച് പ്രവചിച്ചു. 2012 CERN-ലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ വെച്ച് ഇത് കണ്ടെത്തി. ദൈവകണം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന കണം ഏത്? ദൈവകണം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഏത്? ശരിയായ ഉത്തരം ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ശരിയായ ഉത്തരം ലിയോൺ ലേഡർമാൻ. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലേഡർമാൻ. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലേഡർമാൻ. അമേരിക്കയിലെ വൈദിക ശാസ്ത്രജ്ഞനായ ലിയോൺ ലേഡർമാൻ 1993 പ്രസിദ്ധീകരിച്ച ഇത് ഗോഡ് പാർട്ടിക്കിൾ ഇഫ് ദി യൂണിവേഴ്സ് ഈസ് ദ ആൻസർ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ പേര് ലോക പ്രശസ്തമായത്. ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ്? ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സത്യേന്ദ്രനാഥ് ബോസും പീറ്റർ ഹിഗ്സും. ഈ വീഡിയോ ആവർത്തിച്ച് കാണുന്നവർക്ക് ഇത് ബൈഹാർട്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ ആവർത്തിച്ച് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.